സഖാവ് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാണ്. ഇത് അതിനേക്കാൾ അത്യാവശ്യമാണ്. സഖാവിനെ ഇപ്പം ഞാൻ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാത്രി ഞാൻ മരിക്കും. തനിക്കെന്താ വധഭീഷണി വല്ലതും ഉണ്ടോ? ഇത് അങ്ങനത്തെ ഒരു വധഭീഷണി അല്ല. പിന്നെ സഖാവ് ഒന്നും ഇടപെട്ടില്ലെങ്കിൽ ഞാൻ പാമ്പുകടി ഏറ്റി മരിക്കും. നമ്മുടെ തബല വർക്കിച്ചനായിട്ട് ഒരു പ്രശ്നമുണ്ട്. അങ്ങേരുടെ മുറ്റത്ത് കൂടിയാണ് ഞാൻ റോഡിലേക്ക് ഇറങ്ങണത്. എനിക്കറിയാം, ആ തോട്ടുംകരയിലല്ലേ? അതന്നെ. ആ തോടാണ് ഞങ്ങളുടെ വഴി. അതിൽ നിറയെ പാമ്പുകളാണ്. ഈ വഴി പ്രശ്നമൊക്കെ എന്നോട് പറയുന്നതിനാടോ? ഞങ്ങളല്ലോ ഭരിക്കുന്നേ. ആ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറ. സഖാവിനുള്ള വില പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നാട്ടിലില്ല. അയാളൊരു കള്ളനാണെന്ന് കംപ്ലീറ്റ് ആൾക്കാർക്ക് അറിയാം. കള്ളന്മാരുടെ വാക്കാരെങ്കിലും വിശ്വസിക്കുവോ? എവിടെ ഇതുപോലത്തെ ഒരു വൃത്തികെട്ടവൻ. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞ നാവെടുത്തേ ഉള്ളൂ. ഞാൻ കേട്ടു. നിന്റെ ഞാൻ കഞ്ചു. ഞാൻ തന്റെ പാർട്ടി ഓഫീസിൽ വലിച്ചു കയറി വന്നതേ ഈ നാട് ദേശസ്വത്തയിൽ പെടുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാ. അല്ലാതെ താൻ തന്നെ അണികളെ വെച്ച് എന്നെ കുറിച്ച് മറ്റേ വർത്താനം പറയിപ്പിക്കുന്ന കേൾക്കാനല്ല. മനസ്സിലായോ? എടോ, അയാള് ഞങ്ങളുടെ മെമ്പറൊന്നുമല്ല, വേറൊരു ആവശ്യത്തിന് ഇവിടെ വന്നതാ. പിന്നെ എടോ, നമ്മുടെ നാട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പോവല്ലേ. പാർട്ടി വ്യത്യാസം ഒന്നും നോക്കൂല. എല്ലാത്തിനും ഒപ്പം ഞങ്ങളുണ്ടാവും. സഹാക്കന്മാരുടെ ഔദാര്യത്തിന് നന്ദി. നമ്മളിത് ഗംഭീരമാക്കും. തീർച്ചയായും. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ താൻ 50-ാം വർഷം കയറ്റിയുണ്ടല്ലോ. കാഞ്ഞ ബുദ്ധി തന്നെ. അതുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ജയിച്ചതും താൻ തോറ്റതും. പറ്റേ, ഞാൻ ധൃതി ഉണ്ടതുകൊണ്ടാ. ഇനി അവന്മാരുടെ ചാട എന്തായിരിക്കോ? അതെ, ചുമ്മാ നിൽക്കുന്ന ചാരി ഇരിക്കുന്ന കൊടിയൊക്കെ എവിടെയെങ്കിലും കൂടെ കേട്ടെ. വളരട്ടെ പാർട്ടി. പുള്ളിക്കാരുടെ അകത്തിട്ട് അറിഞ്ഞിട്ടില്ലേ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ സഖാവേ? താൻ പറഞ്ഞതിൽ സത്യമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇവിടെ വെച്ച് പറഞ്ഞത് ശരിയായില്ല. പോട്ടെ, താനും തബല വർക്കിച്ചനോട്ട് എന്താ പ്രശ്നം? എന്നെ അയാളുടെ വീടിന്റെ മുമ്പിൽ കൂടി വഴി നടത്താൻ സമ്മതിക്കണം. സഖാവ് പറഞ്ഞ അയാൾ കേൾക്കും. സഖാവിനെ എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലോ. എന്തിനാണോ എന്നെ പേടിക്കുന്നത്? നമ്മൾ പാർട്ടിക്കാരെന്ന് പറഞ്ഞ ഇത്തിരി വെട്ടും കുത്തൊക്കെയുള്ള ആൾക്കാരാണല്ലോ. ഇത് എനിക്ക് വെട്ടും കുത്തൊന്നും അത്ര പരിചയമില്ല. പക്ഷെ ഇതുപോലെ വേണ്ടാതീനം പറഞ്ഞു വരുത്തുന്നവരെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നാലും ഇങ്ങനെ ഒരു നാവ് വഴക്കലുണ്ടോ? ഞാൻ വേണമെന്ന് വെച്ച് പറയണല്ലെന്നേ. അതെങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. എത്ര നന്നായിട്ട് സംസാരിച്ചു തുടങ്ങിയാലും എൻ്റെ നാവ് പഴയ്ക്കും. അത് സംസാരത്തിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ മൊത്തമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മുടെ കല്യാണം ഒരു പിഴവല്ലേ? നമ്മൾ പ്രേമിക്കാണ്ടിരിക്കുകയോ ഒളിച്ചോടാണ്ടിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ. അതാണ് പറയണത്, തലയിലെടുത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം പറ്റും. ജീവിതത്തിൽ ഒരു പിഴവാണല്ലേ? സൂസൻ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്തൊരു കഷ്ടമാണത്. എന്റെ നാവ് ഈ മുളകെടുത്ത് തേച്ചുണ്ടല്ലോ. വായന്റെ ഇപ്പൊ എരിഞ്ഞ് പണ്ടാറണിക്കാനെ. നാഷണൽ സെക്യൂരിറ്റി ആക്ട് 1980 പ്രകാരം ഡീറ്റെയിൻ പേഴ്സണ് ബെയില് കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല. ഇനി ബെയില് കിട്ടിയെന്നിരിക്കട്ടെ, എന്നാലും കാര്യമൊന്നുമില്ല. NSA ആക്ട് വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എനിക്ക് ആളൊന്ന് കാണാനെങ്കിലും പറ്റുമോ? കാണാനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാം. പക്ഷെ പെർമിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൾ കൊടുക്കാൻ വസ്ത്രങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ശരി. ഉറങ്ങണല്ലേ? കിടന്നുറങ്ങടാ. ഉറങ്ങി കിടക്കുന്നവരെ ഞാൻ കൊല്ലാറില്ല.
നമ്മൾ ചെല്ലുമ്പോഴേക്കും തീരുമാവോ? തീർന്നെങ്ങാനും പോയാൽ നിന്നെ കൊന്നോളാൻ വന്നി. ആ വിനീഷ്, ഈ ചോറിനും ചായക്കും മാത്രമേ പുറത്തു വരൂ. എവിടെയാ നീ പോകുന്നത്? നമ്മൾ ചോറും അങ്ങനെയല്ലേ നിക്കണത്, സാൻഡ്വിച്ച് ഉണ്ടാക്കാനല്ലല്ലോ. നന്നായിട്ടിട്ടുള്ളൂ. പുതിയ ആളാണല്ലേ? അതെ. പിന്നെ പോയി നിൽക്ക്. എന്റെ പൊന്നേട്ടത് 3ാമത്തെ റൗണ്ടാണ്. 2 പ്രാവശ്യം എന്നെ പുറകെ കൊണ്ടുപോയി നിർത്തണത്. സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ പഠിക്കണം. പോടാ പോടാ, വാങ്ങിച്ചിട്ട് പോടാ. നീ ഇപ്പൊ വാങ്ങിക്കുവേ. പോ. ഞാൻ ഫ്രണ്ടിന്ന് പറഞ്ഞല്ലേട്ടാ, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ലാത്ത ആൾക്കാർ. താൻ എന്തേ കാണിക്കുന്നത്? ആ അടുത്ത്. ആഹാ, നിങ്ങളാരും കാണുന്നില്ലേ? ഒരാൾ ക്യൂ നിൽക്കാതെ ചോറ് വാങ്ങാൻ പോകുന്നത് ബാലനാണ്. പറഞ്ഞു കൊടുത്തല്ലേ കൊല്ലിക്കാനായിട്ട്. ബാലേട്ടൻ ഇന്നലെ ചോറ് കുറച്ച് വേവ് കുറവുണ്ട് എന്ന് പറഞ്ഞ പ്രകാരം ചോറ് വേണ്ട പോലും വേവിച്ചിനി. കുറച്ചും കൂടി സാമ്പാർ കൊടുക്കണം. സാമ്പാർ കടല കരിങ്കാലി വെള്ളം ഒന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. എന്തിനു വേണ്ടാത്ത പണിക്ക് പോയിനി? കേട്ടോ ബാലേട്ടാ, അല്ല മനസ്സിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു ഈ ഒരു കൊലപാതകി എന്നൊക്കെ പറഞ്ഞാല് ആളുകൾ അത് ഇതൊക്കെ പറയെങ്കിലും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാ. ആന്ന് നല്ല ധൈര്യമുള്ള ഒരാൾക്കേ അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരാളെ കൊല്ലണമെങ്കിൽ അത് ചാവേണ്ട ആൾ തന്നെ ആയിരിക്കുള്ളൂ. ഇതിപ്പോ ഒറ്റയടിക്ക് 50 പേരെന്നൊക്കെ പറഞ്ഞ് എന്റെ ബാലേട്ടാ നിങ്ങളും എന്തൊരു കഷ്ടായി പോയി. വേണ്ടായിരുന്നു. ഇനി എപ്പോഴാണാവോ അടുത്ത ഭക്ഷണം? ഇനി കുറെ കഴിയണം. അല്ല ശരിക്കും പറഞ്ഞാണോ? ഒരു പിടി കഴിച്ചില്ല. അതെ, ബാലനോട് വല്ലാണ്ട് അടുക്കുന്ന സൂക്ഷിച്ചു വേണം. പിന്നെ അടുത്തു നിൽക്കുന്നവരെല്ലാം കൊന്നിട്ടേലും അവൻ സ്വന്തം ഭാര്യ വരെ കൊന്നവരുടെ കൂട്ടത്തുണ്ട്. അറിയോ എനിക്ക്? ആ മോനെ, ഓ ആ ബാലന്റെ സെല്ലേ ഒറ്റയ്ക്ക് എടുക്കാൻ പേടിണ്ടെങ്കിൽ സൂപ്പറിനോട് പോയി പറഞ്ഞാൽ മതി. ആൾ അറേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കെടുക്കാം. അല്ലടാ? അത് പറഞ്ഞോളൂ. ഇപ്പോഴൊരു സമാധാനമായത്. ഞാൻ എന്തായാലും സൂപ്പറിനെ ഒന്ന് കാണട്ടെ. ശരി. ഇത്രയും നല്ല ആളുകൾ എന്തിനാണോ ജയിലിലിട്ടേക്കണത്? സാറേ, ഞാൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ട റൂംമേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള സൗകര്യം തൽക്കാലം ഇല്ല. സംഭവിക്കാൻ ഞാൻ നോക്കട്ടെ. സാറേ, വേറെന്താ? പ്രസിഡന്റ് വന്നോ? നിന്റെ ആൾക്കാർ എത്ര പേര് പുറത്തുണ്ട്? എത്ര പേരുണ്ട് പുറത്ത്? എന്റെ കൂടെ ആരുമില്ല സാറേ, വൈഫ് മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ് വരുമ്പോ എന്ത് ചെയ്യാനാടാ നീ അവളോട് പറഞ്ഞിരിക്കുന്നത്? ഇല്ല സാറേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് സാറേ, അദ്ദേഹം ഒന്ന് പോയാലല്ലേ എനിക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ നേരത്തെ നിന്നോട് എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ? എന്താ സാറേ? പൊക്കളൻ. ഓ എങ്ങോട്ടാ? എവിടെ നോക്കിയാലും പോലീസുകാരാണല്ലോ. ഏത് നേരത്താണാ ഓരോന്ന് ചോദിക്കാൻ തോന്നണത്. ഞാൻ സാറിനോട് ഇതിനകത്ത് ആള് വേണമെന്ന് പറഞ്ഞപ്പോ 1-2 പേരെ പ്രതീക്ഷിച്ചുള്ളൂ. എന്നിട്ട് ഇപ്പൊ 5 കുട്ടികൾ വന്നിരിക്കുക. നിങ്ങൾ ഈ ഗുണ്ടകളുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലേ. താനധികം സംസാരിക്കണ്ട, അത് എനിക്ക് അപകടം ചെയ്യും. ശരിയാണ്, വളരെ സത്യമാണ്. എന്റെ നാവുപഴ കുഴപ്പമാണെന്നേ. അവിടെ കണ്ണടച്ചിരുന്നോ? എനിക്ക് ഓർക്കാൻ വരുന്നൊന്നുമില്ല. നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാന്ന്. കിടക്കലവിടെ ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് സംസാരിക്കരുത് കേട്ടോ. ഭീഷണിപ്പെടുത്തി നീ എന്ത് ചെയ്യണം? എന്നോട് നോർമലായിട്ട് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ അനുസരിക്കും. ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ കണ്ണടച്ച് കിടന്നു.
മിണ്ടി എന്നിട്ട് കണ്ണു കുത്തി പിടിച്ചാണ് ഞാൻ. ബാല എന്ത് പറ്റിയതാ? ഇത് വീണതൊന്നുമല്ല. വീണതാ സാറേ. ഇത്രയും വലിയ പരിക്ക് പറ്റാൻ നീ ഇവിടെ നിന്നാ വീണത്? ജയിലിൽ കടന്നു നോക്കി? ജയിലാടിയിട്ട് അവിടെ പോകാനാ സാറേ. സത്യ ഒട്ടംകളി കളിച്ച് നീ ബാലിന് പണി കൊടുത്തു അല്ലേ? സത്യത്തിൽ എന്താ തൊള്ളേന്നൊരു വാക്ക് വീണോ സ്പോട്ടിൽ പന്തളയും. മച്ചാനാ അത് കളിക്കിട്ടോ, പെർഫെക്റ്റ്. ഓക്കെ നീ തെളിയിച്ചോ മോനെ. ഇവിടെ ജില്ലാ ജയിലാണ് ഉൾക്കൊള്ളാന്ന് പൊളിച്ചിറക്കുന്നുണ്ട് ഞാൻ. ഇവനെപ്പോഴും ഒരു നോട്ടത്തിലുണ്ടാവട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. പേടിക്കാനൊന്നുമില്ല, ബാലിനെ ഒറ്റയ്ക്കൊരു സെല്ലിലാക്കി. അപ്പൊ ഞങ്ങള് പാവങ്ങളല്ലേ? നിങ്ങളൊക്കെ പാവങ്ങളാ, ഞാൻ മാത്രമുള്ളൂ ദുഷ്ടൻ. ഓക്കെ. എന്താ സാറേ? ഈ കുട്ടിക്ക് താൻ മാത്രമേ ഉള്ളൂ, അതോർത്തോണം. ഇങ്ങനെയുള്ള കേസിൽ പെട്ട എന്നും ഒരു നോട്ടപ്പുള്ളിയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തിയിലും സംസാരത്തിലും ഒരു സൂക്ഷ്മത വേണം. ഇനി എന്റെ ശബ്ദം പുറത്ത് കേൾക്കില്ല സാറേ. രാവിലെ എവിടെ പോയി? ഒരു കുപ്പി വാങ്ങിക്കാൻ പോയതാ, 1-ാം തീയതി അറിഞ്ഞില്ലടാ. ഇതൊക്കെ അത്യാവശ്യ കാര്യമില്ല മനുഷ്യന്, നടക്കാൻ പാടുണ്ടോ? വണ്ടി നിർത്തടാ. നിങ്ങളെന്തേ കാണിക്കുന്നത്? എന്താ വണ്ടി നിർത്തണം. എന്താ തോമസേട്ടാ പ്രശ്നം? എന്താ? നിന്നെ പോലത്തെ രാജ്യദ്രോഹിക്കൊപ്പം യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വിശ്വാസത്തിൽ യാത്ര ചെയ്യേണ്ട താരങ്ങോ? പണ്ട് കിടന്ന് സ്ഫോടനം പറഞ്ഞത് പിന്നെ നീ വല്ല ഗവൺമെന്റ് എന്താ പെണ്ണുപിള്ളേടുത്ത് അടിക്കുന്നുണ്ട്? സത്യ, നീ ബസ്സിനകത്ത് കയറിയ വേറെ ആരും ബസ്സിൽ കയറില്ല. ഡ്രൈവ് ചെയ്ത് നമ്മളെ വയറ്റ് തിരിക്കല്ലേ? ഒന്നറിയിപ്പോ ഒന്ന് ഇറങ്ങട്ടെ സത്യ വേഗം. ആശുപത്രി പോയി വരട്ടടാ തെണ്ടി. എടാ ഭീകരവാദി എടുത്തോളാടാ നിന്നെ. ഇന്നലത്തെ മഴയിൽ വെള്ളം നന്നായി കലങ്ങിണ്ട് കേട്ടോ. നമ്മുടെ വാട്ടർ കണക്ഷന്റെ കാര്യമൊന്നും ആയില്ലേ? പല വഴിയും ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് വഴിയില്ലാത്തതുകൊണ്ട് കണക്ഷൻ തരാൻ ഒരു വഴിയില്ലെന്ന് അവര് പറയണത്. ഇനി വേറെ വല്ല വഴി നോക്കാം. വെള്ളം കക്കണടാ. നിനക്കാരടാ പുല്ല എന്റെ കിണറ്റിൽ വെള്ളം കോരാനുള്ള അധികാരം തന്നത്? ഹൈ, ഞാൻ പിന്നെ എവിടെ പോയി വെള്ളം കോരാനാ? നീ വേറെ ആരുടെങ്കിലും കെട്ടി പോയി കോരടാ. എന്റെ വർക്കിച്ച ഈ വീടിന്റെ പരിസരത്തുള്ള വീടുകളിലെ കിണറ്റിൽ മുഴുവൻ ഉപ്പുള്ള ഉപ്പായിരിക്കൂടാ. എന്താടാ എന്റെ കിണറ്റിൽ മാത്രം ഉപ്പില്ലാത്തത്? ഇതില് പാറയടാ, പാറ.
ഞാൻ എത്ര കോല് താത്തിട്ടാണ് ഈ പാറ കണ്ടതെന്ന് നിനക്കറിയാമോ? അതിൽ നിന്ന് വരണ തെളിനീര് നീ അങ്ങനെ വെറുതെ എന്ത് തോന്നിയ അതെടുക്കരുത്, അത് ഞാൻ കുളിക്കാൻ കുളിക്കണ്ടടാ. അതിന് ഉപ്പും വരട്ടി വെയിലത്ത് വെച്ച് ഉണക്ക് നീ. നീ ഇതെവിടെ കൊണ്ടുപോയി ഈ മനുഷ്യനെ കൊണ്ട്? കളയിലെ വർഗീസ് പാത്രം കഴുകാൻ പാത്രം വെച്ചിട്ട് നിനക്ക് ഞാൻ വേണോ? കഴുകി തരാടി. പാറയെത്തി. ചേച്ചി കണക്കിന് പോകണല്ലോ ഒരു ആംബുലൻസ് വാങ്ങുന്ന ലാഭം. പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഒരു തവളയെ പോലെ തന്നെ ആയി. ദേ വർക്കിച്ച് വന്നിട്ടുണ്ട്, പഴയതിലും വലിയൊരു കെട്ടായിട്ട്. ഓ വന്നാ നീ ഈ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കോരിയാൽ മതി. അയാൾ തടസ്സപ്പെടുത്താൻ വന്നാ നേരെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു. അതെ, ഇതൊക്കെ പോലീസുകാരെ അറിയിച്ച വല്ല പ്രശ്നമാവും. നീ എന്തിനെങ്ങനെ പേടിക്കണേ? നമ്മളുള്ള കാര്യമല്ലേ പറയണത്. ഞാൻ ഈ പോണ കാര്യം ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ബോംബെക്ക് താമസം മാറ്റും. വെറുതെ എന്തിനാ ഈ ചുമ്മമാരുടെ ഇടയിൽ കിടന്ന് നമ്മൾ കോമാളിയാവണത്? അവിടെ ചെന്ന് കച്ചവടം ചെയ്യാനൊക്കെ കുറെ കാശ് വേണ്ടേ? ഇത് അത്ര വലിയ കടയൊന്നും അല്ല. പിന്നെ കുറച്ച് പൈസ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. സാധനങ്ങൾ ക്രെഡിറ്റ് വരും. വിൽക്കണ അനുസരിച്ച് കാശ് കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ വീടും കടയൊക്കെ വിൽക്കാനായിട്ട് ദിനേശിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇനി പുതിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ബോംബെയില അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം മുझे हिंदी नहीं मालूम. मुंबई की कहानी रे तू आने दे छोड़ी हवा को तू लगने दे मुंबई है। मुंबई है महंगी है, मस्ती पर सस्ती भी मिलती है। क्यों बे शाना तो बनना ही बनता है। अबे ये खुशबू है बोलता की बू है। पागल है क्या, दिमाग से घायल है क्या, टूटी हुई तू पायल है क्या, बोल। हाँ भाई साहब, अब ठीक है? बहुत बढ़िया सर, हम आप ही के इंतजार में थे। देख लीजिए सर। पता है ना सर जी, ये दुकान माल समेत ही बेचना है। हाँ, सब? देखिए ना। जी हाँ, धन्यवाद। चलिए आइए। एक मिनट. ഹലോ. ആ സാറേ, താങ്കൾ ഇപ്പൊ എവിടെയാണ്? ഞാൻ ഈ മുംബൈയിൽ ഒരു ബിസിനസ് ആവശ്യമായിട്ട് വന്നാ. എന്താ സാറേ? ഈ പ്രസിഡന്റ് ബോംബെയിൽ വരുന്ന സമയത്ത് തന്നെ താങ്കൾ എന്തിനാ ബോംബെ പോയത്? അയ്യോ, പ്രസിഡന്റ് മുംബൈക്ക് വരണുണ്ടോ? അയ്യോ സാറേ, ഞാൻ അറിഞ്ഞില്ല സാറേ. എന്തിനാ സാറേ ഈ പ്രസിഡന്റ് ഇപ്പൊ ഇങ്ങോട്ട് വരണേ? നീ ഇപ്പൊ ബോംബെയിൽ എവിടെ ഉള്ളത്? ഓ, ഞാനിപ്പോ ചോർ ബസാർ. ये किस्मती छंडू है बाबा, तू समझेगा ज्यादा पर निकलेगा कम दम पर हमदम। तू रोना ना, कच्चे को धोना पर खुद को भिगोना ना। आने दे हवा को थोड़ा पास में। भाई साहब, भाई साहब. हेलो हेलो सत्यनाथन. हाँ जी, वेलकम टू मुंबई. जाने दे रे, होना ही है। होना लिखा है तो होना ही है। लगनी है वाट तो लगेगी बेटा, इस बात पे फिर क्यों रोना ही है। सोना गड़ा है जमीन के नीचे पर सोना नसीब ना होना भी सच्चे ना। लगता तू मच्चे ना, अपन भी बच्चे ना, गेम के कच्चे ना। लूटे शहर ये बराबर अमेरिकन पोर्चुगीज चाहे। चल 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 हट चल भाई, कौन दे चले हट बाजू में। अरे बाबू ये देखो, अपने घर में नया मेहमान. भाऊ जेलमध्ये नवीन बकरा आला वाटतं कापायला. भाई जेल में नया बकरा यूनिफॉर्म में क्यों नहीं? मैं क्रिमिनल नहीं हूँ. अच्छा, तो कौन है? पुलिस वाला? नहीं. फिर कौन? मुजरिम नहीं तो पुलिस वाला ही होएगा. हाँ हाँ पुलिस वाला भाई, पुलिस वाला है. तो सोचेगा नहीं भाई. भाई पुलिस वाला है ना तू, तो सोच मत भाई.
आजा। तुम लोग क्या इसको ये यूनिफॉर्म में क्यों नहीं? कौन है कौन? हीरो है और हम ग्रुप डांसर्स एक ही यूनिफॉर्म में। क्या तमाशा है? तमाशा नहीं है ये, तुम्हें पता ही है यहाँ क्यों है? इसने बोला ये प्रेसिडेंट को मारेगा। अच्छा, कौन सा प्रेसिडेंट? सोसाइटी का प्रेसिडेंट? नहीं, इंडियन प्रेसिडेंट। प्रेसिडेंट को मारने की धमकी दिया तो क्या इसको स्पेशल ट्रीटमेंट मिलेगा? को थोड़ा पास मेरे आने दे। छोड़ मेरे को, तो मैं दिखाता हूँ। आग को तू आज मुझको आग से बुझाने। अरे भाई, ये चूहा क्या मारेगा प्रेसिडेंट को? ये चूहा नहीं, ये तो शेर है। शेर। ഹലോ ഗായ്സ്, പ്രകൃതി രമണീയവും മനോഹരവുമായ ഒരു അരുവിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാലിൽ മീൻ കൊത്തുന്നു ഗായ്സ്. വൈഫ് ഓഫ് സത്യനാഥൻ, അറിയോ? അതെ. എന്നെ മനസ്സിലായോ? കൊതുകിനെ മരുന്നടിക്കാൻ വന്ന ആളല്ലേ? ഫണ്ണി ഗൻ. ഷൂ ഇവിടെ ഇരിക്കട്ടെ. യൂട്യൂബ് കാണാറില്ലേ? ഉണ്ട്. എന്നിട്ട് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഗായ്സ്, ഈ കാലഘട്ടത്തിലും എന്നെ പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു പാവം പെൺകുട്ടിയുടെ വീഡിയോ ആണ് ഗായ്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഗായ്സ്, പറയൂ യുവതി, നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്? ഞങ്ങള് ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഓക്കെ. ചില കടക്കാർ ഞങ്ങൾക്ക് സാധനം പോലും തരുന്നില്ല. ഓക്കെ. പിന്നെ ഇത് ആകെയുള്ള വഴി ഈ തോടാണ്. അതിലാണെങ്കിൽ നിറച്ചും പാമ്പ. ആ. പാമ്പോ? അതെ. ഓ, അവിടുന്ന് ഞാൻ അതിനകത്തൂടെ അല്ലേ ഇപ്പൊ വന്നത്? അല്ല, സത്യം. അതെ, 2 മാസം മുന്നേ അവിടെ പപ്പടം വിൽക്കാൻ ഒരാളെ വന്നിട്ടുണ്ടായിരുന്നു. പാമ്പ് കടിച്ചിട്ട് അയാൾ മരിച്ചേ. ഗംഗാധരൻ എന്നല്ലേ പുള്ളിയുടെ പേര്? ആ, അതന്നെ. ഗായ്സ്, പടമായ പപ്പടം എന്നുള്ള പേരിൽ 2 മാസം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിലുള്ള ഗംഗാധരൻ ചേട്ടനെ പാമ്പ് കടിച്ച തോട്ടിലൂടെയാണ് ഗായ്സ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഗായ്സ്, തിരിച്ചു പോകാൻ വേറെ വഴി ഉണ്ടാവോ? ഇല്ല, ഈ വഴി മാത്രമേ ഉള്ളൂ. അതല്ലേ പ്രശ്നം. ഗായ്സ്, വേറെ ഒരു വഴിയില്ല ഗായ്സ്. പെട്ടിരിക്കുകയാണ് നമ്മൾ. ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയിലാണെന്ന്. അപ്പുറത്തെ വീട്ടിലെ മലയാടി പോകാൻ പറ്റും നമുക്ക്. അയാളെ വെട്ടിക്കൊല്ലും. ഗായ്സ്, ആ പെൺകുട്ടിയുടെ കഥ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ വ്ളോഗിംഗ് ജീവിതത്തിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയ ഒരു എപ്പിസോഡായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഗായ്സ്. എന്നാ വിട്ടുവൽ? എനിക്ക് ഉറുകയില്ല. ഇന്നേക്ക് ഉറുക കിടക്കലണ്ണ. ഉറുകയില്ല? അമ്മ ഇല്ലെന്നാ അവൻകിட்ட ഊരുവിട്ട ഓർസില്ല മാർദൂങ്ങ उसको. താങ്ക് യു. പ്രസിഡന്റിനെ കൊല്ലുമെന്ന് നീ ആരോടാ പറഞ്ഞത്? പോലീസുകാരോട്. അച്ഛാ, അത് വളരെ വിചിത്രമാണ്. എന്നാലും താങ്കളെന്താ ഇവിടെ? ഒരു ചെറിയ ശിക്ഷ തീരണം. ഈ ദുഷിച്ചു നാറിയ സാമൂഹ്യ വ്യവസ്ഥിതിയോട് നിന്നെപ്പോലെ തന്നെ പ്രതികരിക്കുന്ന ആളാ ഞാനും. പക്ഷേ നീ ചെയ്തതുപോലെ പറഞ്ഞുകൊണ്ട് നടക്കില്ല. കൊല്ലണമെന്ന് തോന്നിയാൽ കൊല്ലും. പിസ്തോൽ अच्छा है, बॉम्ब उससे भी अच्छा है.
ഈ തീവ്രവാദം വിപ്ലവം അതിന് മാത്രമേ ഇവിടെ ജയിക്കാൻ സാധിക്കൂ. എന്നെ മാത്രം പഠിക്കണ്ട, അവരാണ് തുടങ്ങി വെച്ചത്. ഞാൻ പറഞ്ഞ സപ്പോർട്ട് ചെയ്തോളൂ. എന്റെ കാനവിടെ ഇരിക്കുക, ഞാൻ തിന്നത്, ഞാൻ നിർദോഷവും. बोलो. मेरी बात सुनने का, करने का. ठीक है. रेडी? ഹലോ. ഹലോ സൂസൻ, ഞാനാ. ഇത് 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 എവിടുന്നാ? ഞാൻ മുംബൈയിൽ വന്നപ്പോ പ്രസിഡന്റ് ഇവിടെയും വന്നേക്കാ. ഞാനിപ്പോ മുംബൈ ജയിലില്ല. സത്യേട്ടൻ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ? ഏയ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. പ്രസിഡന്റ് മുംബൈയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഇവിടുന്ന് തിരിക്കും. നീ വിഷമിക്കരുതട്ടാ. अरे जायचं नाही का? घेऊ आत परत. सॉरी साहब, ये रेलवे स्टेशन, बस स्टैंड, एयरपोर्ट, इधर का नियरेस्ट कौन सा है? वो सब अंदर है. जाने का है क्या? नहीं 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 नहीं, ഞാൻ പോണ വഴി കണ്ടുപിടിച്ചോളാം. मेरा शेर ഗലിബിൽ വാ, നമുക്കൊരു സ്ഥലം വരെ പോകാം. അയ്യോ, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ജലദി ഘർ വാപസ് ജാനെ കാ. അതിനു മുമ്പ് നമുക്കൊന്ന് കൂടണം. ചലോ ചലോ. देखा, ये सब अब उनका इलाका है. എനിക്കിതൊക്കെ കാണുമ്പോൾ പേടിയാവുണ്ട് ഭായി. काफी टाइम से सोच रहा था कि तुझसे पूछ लूं, प्रेसिडेंट को तू मारना क्यों चाहता है? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഒരു സത്യത്തിൽ എന്തുണ്ടായിരുന്നു. वेरी गुड रीजन. रीजन की जरूरत नहीं. तू किसी को मारना चाहता है, ये एक रीजन हो गया ना. ऊपर से तू प्रेसिडेंट को मारना चाहता है. इससे अच्छा और क्या हो सकता है? और तेरे जैसा चाहिए. क्यों? मारने के लिए. किसको? किसी को भी. बूम. അപ്പൊ കുറെ പേര് ചാവൂലേ? बहुत लोग हैं, सबको उड़ाना.
ए ऊपर आ யார் நீ எங்கிருந்து வந்திருக்க ജയിലിൽ ஜெயில என்ன கன்லாம் வச்சிருக்கியா അത് വയറ് வயரா என்ன பேக் അവൻ സ്വന്തം വയറ്. ஓபன் भाई साहब इधर साहब ये कौन என்னடா साहब? பைசா ஓபன் பண்ணு ए यांगो अरे यार क्या कर रहा है तू हाँ இதான் உன் பிரச்சனை இவன் ஜெயில இருந்து வந்திருக்கான் போலீஸ்காரன் வயர் வச்சிருக்கானா இல்லையான்னு உனக்கு எப்படி தெரியும் तेरे को जब चुना पूछा तेरे को तू पुलिस वाला है कौन है पूछा क्यों क्योंकि तेरे अंदर मैंने फायर देखा और ये तो पूरा फायर का इंजन है चल